അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണി അറസ്റ്റിൽ. നൈജീരിയക്കാരനായ ചാൾസ് ഡുഫോഡിനാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്ന് നടക്കാവ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ലഹരിക്കടത്തിലെ മുഖ്യപ്രതിയാണ്, പ്രധാന കണ്ണിയാണ് പിടിയിലായത്. എപ്പോഴാണ് പിടിയിലായത്? എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അതിര ഇന്നാണ് കേരളത്തിലേക്ക് മാരക രാസലഹരി മരുന്നെത്തിക്കുന്ന ചാൾസ് ഡുഫോഡിൽ എന്ന് പറയുന്ന നൈജീരിയക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ ബാംഗ്ലൂരുവിൽ നിന്നാണ് പിടികൂടിയത്. രാത്രിയോടുകൂടി കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കേരളത്തിലേക്ക് MDMA, LSD തുടങ്ങിയ മാരക സിന്തറ്റിക് ലഹരി മരുന്ന് മൊത്തമായി വിൽപ്പനക്കെത്തിക്കുന്നതിൽ പ്രധാനിയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്ത നൈജീരിയൻ പൗരൻ ചാൾസ് ഡുഫോഡിൽ. ബംഗളൂരുവിലെ ഹൊറമാവ് ആഗര തടാകത്തിന് സമീപത്ത് നിന്നാണ് ഇയാളെ 55 ഗ്രാം MDMA-യുമായി നടക്കാവ് പോലീസ് ഇൻസ്പെക്ടർ PK ജിജീഷ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ സ്കൂട്ടറും കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇക്കഴിഞ്ഞ നവംബർ 28-ന് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഖാലിദാബാദി എന്നയാളെ 58 ഗ്രാം MDMA-യുമായി നടക്കാവ് പോലീസ് പിടികൂടിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 4 കോഴിക്കോട് സ്വദേശികളെയും പിടികൂടി. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ജോലി ചെയ്തു വരുന്ന K മുഹമ്മദ് റാഷിദിനെ പാലക്കാട് നിന്നും എറണാകുളത്ത് നിന്ന് ഹൈദരാബാദിലേക്ക് രക്ഷപ്പെടുന്നതിനിടെ അദ്നാൻ എന്നയാളെ ടൂറിസ്റ്റ് ബസ്സിൽ നിന്നുമായിരുന്നു അന്ന് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഈ സംഘത്തിലെ പ്രധാനിയായ വെള്ളയിൽ സ്വദേശി റിസ്വാൻ മംഗളൂരു വഴി ദുബായിലേക്ക് കടന്നെങ്കിലും തന്ത്രപൂർവ്വം തിരികെ എത്തിച്ച് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കേരളത്തിലേക്ക് രാസലഹരി മരുന്ന് എത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. തുടർന്ന് വേഷം മാറി ബംഗളൂരുവിലെത്തിയ പോലീസ് സംഘം തോക്കു ചൂണ്ടി ഗാന സ്വദേശിയായ വിക്ടർ ഡി സാംബയെ കീഴ്പ്പെടുത്തി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ലഹരി മാഫിയ സംഘത്തിന്റെ ഉറവിടം കണ്ടെത്താനായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ ഉത്തരവ് പ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ നൈജീരിയക്കാരനായ ചാൾസ് ഡുഫോഡിൽ പോലീസ് പിടിയിലായിരിക്കുന്നത്. നിലവിൽ 2 വിദേശികൾ ഉൾപ്പെടെ 6 പേരാണ് ഈ കേസിൽ നടക്കാവ് പോലീസിന്റെ പിടിയിലായത്. 2 വാഹനങ്ങളും ആകെ 262 ഗ്രാം MDMA-യും പിടികൂടി. കേരളത്തിൽ സമീപകാലത്ത് പിടികൂടിയ മിക്ക രാസലഹരി മരുന്ന് കേസുകളുടെയും ഉറവിടം ആഫ്രിക്കക്കാർ ഉൾപ്പെട്ട ഈ സംഘമാണെന്നാണ് പോലീസിന്റെ നിഗമനം. ആതിര. വ്യക്തമാണ് റിയാസ്. അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണി അറസ്റ്റിൽ. നൈജീരിയക്കാരനായ ചാൾസ് ഡുഫോഡിനാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്ന് നടക്കാവ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR.